ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂലൈ മാസത്തെ PSCയുടെ പരീക്ഷാ കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ വഴി നോക്കാം. അപ്പോൾ ഈ ഒരു ജൂലൈയിൽ നടക്കുന്ന പരീക്ഷകൾക്കായിട്ട് അപേക്ഷിച്ചിട്ടുള്ളവർ ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമാണ്. മെയ് 11 വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷ എഴുതുന്നവരും ഇതിനായിട്ട് പഠിക്കുന്നവരും തീർച്ചയായിട്ടും പരീക്ഷകൾ കൺഫർമേഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാനായിട്ടുള്ള ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പരീക്ഷാ കലണ്ടറിൽ കൃത്യമായിട്ട് ഓരോ പോസ്റ്റിന്റെയും നടക്കുന്ന പോസ്റ്റുകളുടെ വിശദമായിട്ടുള്ള സിലബസ് നമുക്ക് കാണാൻ സാധിക്കും. അതത് നിങ്ങൾക്ക് PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് ഈ ഒരു കലണ്ടർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓരോ പോസ്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിലബസും അവൈലബിൾ ആണ്. എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം മുതൽ നോക്കുകയാണെങ്കിൽ ജൂലൈ 1 ക്ലർക്കിന് വേണ്ടിയിട്ടുള്ള NCA റിക്രൂട്ട്മെന്റ്, കന്നഡ ആൻഡ് മലയാളം നോയിങ് പരീക്ഷ, അതിന്റെ മെയിൻ എക്സാമിനേഷൻ. പിന്നീട് നോക്കുമ്പോൾ പ്രീ പ്രൈമറി ടീച്ചറുടെ ഡയറക്ടർ റിക്രൂട്ട്മെന്റ്, കന്നഡ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. ദെൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ് NCA റിക്രൂട്ട്മെന്റ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആയുർവേദ, അത് NCA റിക്രൂട്ട്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് 2 ഡയറക്ട് റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിലേക്ക്, അത് ജൂലൈ 3 നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അഗ്രികൾച്ചറൽ ഓഫീസർ, അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ഫാർമേഴ്സ് വെൽഫെയർ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ജൂലൈ 4 ആ പരീക്ഷ നടക്കുന്നത്. 6230 പേരാണ് ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളതെന്നും കൂടെ മനസ്സിലാക്കുക. ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജൂലൈ 5 പരീക്ഷ നടക്കുന്നു. ബിടെക് സിവിൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അസിസ്റ്റന്റ് മാനേജർ സിവിൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ഡയറക്ട് റിക്രൂട്ട്മെന്റ് LSTDയിലേക്ക്, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബിലേക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും, ഈ പരീക്ഷകളെല്ലാം ഒന്നിച്ചാണ് നടക്കുന്നത്. ജൂലൈ 8 പരീക്ഷ നടക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡിപ്പാർട്ട്മെന്റൽ കോട്ടയുടെ പരീക്ഷയും ആ സമയത്ത് തന്നെയാണ് നടക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ആണ്. അത് ജില്ലാ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുക, ജില്ലാ അടിസ്ഥാനത്തിലാണ് പരീക്ഷകൾ നടക്കുക. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലേക്കാണ്. ജൂലൈ 9 ഈ പരീക്ഷ നടക്കുന്നത്. ഓരോ ജില്ലയിലും നോക്കിയാൽ എത്ര പേര് അപ്ലൈ ചെയ്തു നോക്കുന്നത് കാണാൻ സാധിക്കും. തിരുവനന്തപുരം ജില്ലയിലേക്ക് 7180 പേര്, കൊല്ലത്തേക്ക് 3809, അങ്ങനെ വിവിധ ജില്ലകളിലെ ആപ്ലിക്കൻസിന്റെ എണ്ണം അറിയാം. പരീക്ഷ നടക്കുന്നത് ജൂലൈ 9 മനസ്സിലാക്കുക. എല്ലാ ജില്ലകളിലേക്കും ആ ദിവസം തന്നെയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് പരീക്ഷ ജൂലൈ 10 നടക്കുന്നു, മെയിൻ എക്സാമിനേഷൻ. ദെൻ സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 സൊസൈറ്റി കാറ്റഗറി, കേരഫെഡിലേക്കുള്ള കൊയർ മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്കുള്ള പരീക്ഷ ജൂലൈ 11 നടക്കുന്നു. ദെൻ വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ്, അതിന്റെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് പരീക്ഷ നടക്കുന്നത് മലപ്പുറം ജില്ലയിലേക്ക് 78,945 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ജൂലൈ 12 ആ പരീക്ഷ. ദെൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ജൂലൈ 15 ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ സംസ്കൃതം ഡയറക്ട് റിക്രൂട്ട്മെന്റ് തൃശ്ശൂർ ജില്ലയിലേക്കുള്ള പരീക്ഷയാണ് ജൂലൈ 16 നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൂടാതെ ദെൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിലേക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. അത് ജൂലൈ 16 നടക്കുന്നു. ദെൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. 21,074 പേര് അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ജൂലൈ 17 ആ പരീക്ഷ നടക്കുന്നു. സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2 ഹോമിയോപ്പതിയിലേക്കും ഹെൽത്ത് സർവീസിലേക്കും ഒക്കെയുള്ള വിവിധ ജില്ലകളിലേക്കുള്ള പരീക്ഷ ജൂലൈ 18 എല്ലാ ജില്ലകളിലേക്കും ഇല്ല, സ്പെസിഫിക് ആയിട്ടുള്ള ചില ജില്ലകളിലേക്കുള്ള പരീക്ഷ ജൂലൈ 18 നടക്കുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ദെൻ വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഡയറക്ട് റിക്രൂട്ട്മെന്റ്, അത് എന്നാണ് വിമൻ പോലീസ് ബറ്റാലിയനിലേക്കുള്ള പരീക്ഷ ജൂലൈ 19 നടക്കുന്നു. ദെൻ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറും അതിന്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് പബ്ലിക് PWDയിലേക്കും ഇറിഗേഷനിലേക്കും, അതുപോലെ തന്നെ ട്രേസർ കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കുമുള്ള വകുപ്പ്, ആ പരീക്ഷ നടക്കുന്നത് ജൂലൈ 23 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ലാബ് അറ്റൻഡർ LD ടെക്നീഷ്യൻ കോമൺ എക്സാം ആണ്. ജൂലൈ 25 ആ പരീക്ഷ നടക്കുന്നു. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി പോലീസ് കോൺസ്റ്റബിൾ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിയുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജൂലൈ 26 നടക്കുന്നു. അത് STക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ദെൻ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള ഡയറക്ട് റിക്രൂട്ട്മെന്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും ഒക്കെ നടക്കുന്ന ആ പരീക്ഷ നടക്കുന്നത് ജൂലൈ 26 ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വിവിധ ജില്ലകളിലേക്ക്
ആ പരീക്ഷകൾ നടക്കുന്നുണ്ട്. ആപ്ലിക്കൻസിന്റെ എണ്ണമൊക്കെ നിങ്ങൾക്ക് കാണാം, സിലബസ് ഇവിടെ കാണാം. ദെൻ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം അനലിസ്റ്റ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, അതുപോലെ തന്നെ സിസ്റ്റം മാനേജർ, ഈ പരീക്ഷകൾ കോമൺ പരീക്ഷയാണ് യൂണിവേഴ്സിറ്റികളിലേക്ക്, ടെക്നിക്കൽ എഡ്യൂക്കേഷനിലേക്ക്, എഞ്ചിനീയറിംഗ് കോളേജുകളിലുള്ള അതാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. പിന്നെ കെയർ ഫെഡിലേക്ക്, ഇതെല്ലാം കൂടെ കോമൺ എക്സാം ആയിട്ട് നടക്കുകയാണ്. ജൂലൈ 28 ആ പരീക്ഷ നടക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നീട് നമ്മൾ വരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിന്റെ പരീക്ഷ വരുന്നത് PWDയിലേക്ക്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ജൂലൈ 29. പിന്നീട് ഹാർബർ എഞ്ചിനീയറിംഗിലേക്ക് ഉള്ള ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2, ഹാർബർ എഞ്ചിനീയറിംഗിലേക്കുള്ള ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 3, PWD ഇറിഗേഷനിലേക്കുള്ള ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2, ഈ പരീക്ഷകൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ST, ഇതെല്ലാം ഒരുമിച്ച് നടക്കുകയാണ് ജൂലൈ 30. അപ്പൊ ഇത്രയും പരീക്ഷകളാണ് ഈ ഒരു മാസം നടക്കുന്നത്. ഈ പറഞ്ഞ പരീക്ഷകൾക്കായിട്ട് അപ്ലൈ ചെയ്യുന്നവർ, കൃത്യമായിട്ട് പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നവർ എന്താണെങ്കിലും കൺഫർമേഷൻ കൊടുക്കുക. മെയ് 11 കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനുള്ള സമയമാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഓവർസിയർ ഗ്രേഡ് 2, അസിസ്റ്റന്റ് എഞ്ചിനീയർ തുടങ്ങിയ പരീക്ഷകൾക്കായിട്ടും ഒക്കെ I+ ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ കൊല്ലം തന്നെ നന്നായിട്ട് പരീക്ഷ എഴുതി നിങ്ങൾക്ക് നല്ലൊരു സർക്കാർ ജോലി നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.